യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഒരു നല്ല ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സഹായമാണ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ലഭിക്കുന്നത്. വാടാൻ തുടങ്ങിയ ഒരു ചെടിയുടെ ചുവട്ടിൽ അല്പം വെള്ളമൊഴിച്ചാൽ 1-2 മണിക്കൂർ കഴിയുമ്പോൾ അതിന് ഒരു ഉന്മേഷ ഉണർവും കിട്ടും. അതുപോലെ ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു തരുന്ന ദൈവവചനമാകുന്ന ജലമാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാക്കും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ ഇരിക്കാം, സന്തോഷത്തോടെ ആയിരിക്കാം. ഇന്ന് നമുക്ക് ഈ വചനത്തെ കേൾക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് വായിക്കുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിങ്കിലേക്ക് പോയി. യേശുവിനെ കുരിശിൽ തറച്ച് അവർ കൊന്നു. യേശുവിനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും പോയ കാര്യമാണ് എഴുതുന്നത്. അവർ ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിങ്കിലേക്ക് പോയി. 3-ാമത്തെ വാക്യം, ആ വാക്യം ശ്രദ്ധിക്കുകയാണെന്ന്. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ആ കല്ല് ഉരുട്ടി മാറ്റുക? ആര് അത് ഉരുട്ടി മാറ്റും? ആര് അതിന് നമ്മളെ സഹായിക്കും? പ്രിയപ്പെട്ടവരെ, ഒരു വലിയ കല്ല് അതിൻ്റെ വാതിൽക്കലുണ്ട്. ആ കല്ല് ഉരുട്ടി മാറ്റണം. നമ്മുടെ ജീവിതത്തിനും ഉയർത്തെഴുന്നേൽപ്പിന് തടസ്സമായി നിൽക്കുന്ന പല കല്ലുകളും കാണും. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ, പുതിയൊരു തുടക്കം ഉണ്ടാകാൻ ഒക്കെ 100 തടസ്സങ്ങളാണല്ലോ. എന്തിനിറങ്ങിയാലും അതൊരു തടസ്സമായിട്ടാണല്ലോ മാറുന്നത്. ഇനി എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ആര് നമുക്ക് വേണ്ടി ആ ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ആ കല്ലുരുട്ടി മാറ്റുക? എന്നാൽ അടുത്ത ഭാഗം 4-ാമത്തെ വാക്യം, എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലായി. ഉരുട്ടി മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു തടസ്സം മുമ്പിലുണ്ടോ? ഒരു വലിയ പ്രതിസന്ധി മുമ്പിലുണ്ടോ? അതിനെ ഉരുട്ടി മാറ്റാൻ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ഇപ്പോൾ നമ്മൾ ഓർക്കോ, നമ്മൾ ഇങ്ങനെ ഈ സഹോദരിമാർ പറഞ്ഞ പോലെ ആര് നമുക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റും? തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് ആ കല്ല് ചെറിയ കല്ലാണോ വലിയ കല്ലാണോ എന്ന്. അത് വളരെ വലുതായിരുന്നു താനും. വളരെ വലുതായിരുന്നു ആ കല്ല്. ചെറിയൊരു കല്ല് അല്ല, വളരെ വലുതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് നോക്കുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങളാണല്ലോ ഉള്ളത്. വലിയ പ്രതിസന്ധിയാണല്ലോ ഇതൊരു വലിയ രോഗമാണല്ലോ. ഇത് വലിയൊരു കെട്ടപ്പെട്ട അവസ്ഥയാണല്ലോ. ഇതെന്തു ചെയ്യും? നമ്മളെ ആരും സഹായിക്കാനില്ലല്ലോ. പലതരത്തിലുള്ള ഭാരം, പലതരത്തിലുള്ള ഉത്കണ്ഠകൾ, ആകുലതകൾ എന്നെ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ചില കാര്യങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭയം തോന്നും. എന്തു ചെയ്യും? ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ഏത് കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു പേടിയും ഭയവും ആകുലതയും ഒക്കെ നമുക്ക് കൂടുന്നത്? നമ്മളിങ്ങനെ ചിലർ ചിന്തിക്കും, ചില രോഗം ബാധിച്ചവർ, ചില രോഗമുള്ളവർ ചിന്തിക്കും, ഈ രോഗം വന്ന ആൾ അവിടെ മരിച്ചു പോയിട്ടുണ്ട്, ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. ചില രോഗമുള്ള ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഈ രോഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ഈ രോഗം വന്നാലുള്ള അവസ്ഥ എന്തൊക്കെ, ഡോക്ടർമാരെന്തൊക്കെയാണ് പറയുന്നതെന്ന് മുഴുവൻ കേൾക്കും. അതെല്ലാം ജീവിതത്തിൻ്റെ മുമ്പിൽ ഒന്ന് സന്തോഷിക്കാൻ പറ്റാതെ, ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാതെ
മുമ്പിലിരിക്കുന്ന വലിയ കല്ല. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം കളയുന്നത്? നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് തടസ്സമായി നിൽക്കുന്ന കല്ലേതാണ്? ദൈവത്തിൻ്റെ കരം ഇന്ന് നമുക്ക് വേണ്ടി ചലിക്കുന്ന ദിവസമാണ്. ആ കല്ല് ആരുരുട്ടി മാറ്റും? അത് വലിയ കല്ലായിരുന്നു, എന്തു ചെയ്യുമെന്നൊക്കെ അവർ ആലോചിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉണ്ട്, ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. അവർക്ക് വേണ്ടി സ്വർഗം ഇടപെട്ടു, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരചലനങ്ങളുണ്ടായി. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും, നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. ജീവിതത്തിൻ്റെ മുമ്പിലെ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉരുട്ടി വച്ചിരിക്കുന്ന കല്ല്. ഒരുപക്ഷെ നമ്മൾ ചിലർ പറയും, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ഭാവിയെല്ലാം അടഞ്ഞു പോയല്ലോ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയല്ലോ, എനിക്ക് വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണല്ലോ. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ഈ കല്ല് നമുക്ക് വേണ്ടി ആരുരുട്ടി മാറ്റും? ഈ കല്യാണം എങ്ങനെ നടക്കും? പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കും? അല്ലെങ്കിൽ ഈ സ്ഥലം എങ്ങനെ വിൽക്കും? ഈ കടബാധ്യത എങ്ങനെ മാറ്റും? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? എങ്ങനെ നന്നായി ജീവിക്കും? നമുക്ക് ഒരു ചിന്തയല്ല, 100 ചിന്തകളും ആകുലതകളും ഉണ്ട്. എന്നാൽ വിശ്വസിച്ച് അവരവിടെ ചെന്ന് കഴിഞ്ഞ് അവരെല്ലാം കൂടെ കല്ലേൽ ഉരുട്ടി, അവരെല്ലാം കൂടെ ഉള്ള ആരോഗ്യം കൊണ്ട് ഉരുട്ടി മാറ്റിയെന്നല്ല, അവർക്ക് വേണ്ടി ആരോ ഇത് ചെയ്തു, അവർക്ക് വേണ്ടി സ്വർഗം ഇത് ചെയ്തു, അവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ശക്തി അവിടെ ഇടപെട്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥിച്ച്, ഞാൻ ഈ പറയുന്നത് ഈ വചനത്തോട് ചേർന്ന് ചിന്തിക്കുന്ന വ്യാഖ്യാനമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഈ വചനം. കാരണം ദൈവത്തിൻ്റെ കരം ഇന്ന് എനിക്ക് വേണ്ടി ചലിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രയാസങ്ങളെ മാറാൻ തുടങ്ങും. എൻ്റെ മുമ്പിലുള്ള ആ കല്ല് ദൈവം ഉരുട്ടി മാറ്റും. എൻ്റെ മുമ്പിലുള്ള ആ പ്രതിസന്ധിയെ ദൈവം ഉരുട്ടി മാറ്റും. എൻ്റെ മുമ്പിലുള്ള ആ പ്രയാസങ്ങളുടെ, ആ രോഗത്തിൻ്റെ, ആ പേടി, ഭയം, ആകുലത, നിരാശയുടെ, ഒറ്റപ്പെടലിൻ്റെ, ഒന്ന് ഉയരാൻ പറ്റുന്നില്ലല്ലോ, രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ, ഒരു ജോലി കിട്ടുന്നില്ലല്ലോ, എനിക്ക് ആ രാജ്യത്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിയ ആ വലിയ കല്ല്, അത് വലിയ കല്ലാകാം, വലിയ പ്രയാസമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്. എത്ര വലിയ പ്രയാസമാകട്ടെ, ദൈവത്തിൻ്റെ കരം ഇന്ന് എനിക്ക് വേണ്ടി ചലിക്കുമ്പോൾ ആ പ്രയാസത്തെ അവിടുന്ന് മാറ്റാൻ ദൈവത്തിന് പറ്റും. ആ പ്രതിസന്ധി അവിടുന്ന് മാറ്റാൻ ദൈവത്തിന് പറ്റും. ആ വെല്ലുവിളിയെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ദൈവത്തിൻ്റെ ശക്തമായൊരു ഇടപെടൽ ഇന്നുണ്ടാകും. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ഇന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? തടസ്സങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പ്രാർത്ഥിച്ചേ, എൻ്റെ മുമ്പിൽ ഒരു വഴിയെ തുറക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയിൽ എൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെ അടച്ചു വച്ചിരിക്കുന്ന ആ വലിയ പ്രയാസത്തെ, ബന്ധനത്തെ, തടസ്സത്തെ മാറ്റി ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറക്കണമേ. ഒരു വഴിയും വാതിലും ദൈവം തുറക്കുന്നേ. ഒരു വഴിയും വാതിലും ദൈവം തുറക്കും. ചിലർ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ് കൂടി പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നില്ല. ഇന്ന് ദൈവം, നിനക്ക് ദൈവത്തിൽ നിന്നൊരു അനുഭവം ഉണ്ടാകട്ടെ. ഈ വചനം കേട്ട ഒരു വലിയ സ്വർഗീയ അനുഭവം ഉണ്ടാകട്ടെ. നമുക്ക് തിരിഞ്ഞു നിന്ന് പറയാൻ, ഒരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ. ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നു, ദൈവം എനിക്ക് വേണ്ടി ഇങ്ങനെ രീതിയിൽ പ്രവർത്തിച്ചു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്ന വിധത്തിൽ അത്ഭുതകരമായി ഇടപെട്ടു എന്ന് തിരിഞ്ഞു നോക്കി ഒരു സാക്ഷ്യത്തെ പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വലിയ ദൈവാനുഭവം ഉണ്ടാകട്ടെ. ഒരു നല്ല ദൈവാനുഭവം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടലാണ് ദൈവാനുഭവത്തിന് കാരണമായത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എന്താ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ സംഭവിക്കുന്നത്? നമുക്ക് വേണ്ട കാര്യങ്ങളെ ദൈവവചനം കേട്ട് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നതിലൂടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങുന്നു. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നെ കൈക്ക് പിടിച്ചു നടത്തുന്നൊരു ദൈവമുണ്ട്. എന്നെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ പറയേണ്ട മെസ്സേജായത്. അനുഗ്രഹവും സൗഖ്യവും വിടുതലും ആഗ്രഹിച്ചിരിക്കുന്നവരുടെ നടുവിൽ പറയേണ്ട വചനമാണിത്.
പറയേണ്ട വചന വ്യാഖ്യാനമാണിത്, പറയേണ്ട വചന സന്ദേശമായത്. ഞാനും നിങ്ങളോട് പറയുന്നു, അനുഗ്രഹം പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ഇത് ഞാൻ പ്രസംഗിക്കുന്നു, ഇത് ഞാൻ പറയുന്നു, ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിങ്കളാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ. അതോടൊപ്പം ഇന്ന് അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വരാനുള്ളവർക്ക് 9 മണി മുതൽ ബുക്ക് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ. കാരണം നമുക്കധികം സ്ഥല സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ആ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവർ 9 മണിക്ക് ബുക്കിംഗ് ചെയ്യുക. 9:10, 9:15 ആകും ബുക്കിംഗ് തീരുമായിരിക്കാം. ബുക്ക് ചെയ്തവർ 1 മണിക്ക് മുമ്പായി ഇവിടെ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടിയും ഈ ആലയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ആ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറട്ടെ. വലിയ കല്ലവിടെ ഉരുട്ടി വച്ചിരുന്നു എന്നാണ്, പക്ഷെ അവിടെ ചെന്നപ്പോൾ കാണുന്നത് അത് ഉരുട്ട് മാറ്റിയിരിക്കുന്നതായിട്ടാണ്. സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടായി. ദൈവത്തിൻ്റെ കരം അവിടെ ചലിച്ചു അവർക്ക് വേണ്ടി. ഇന്നും എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് വിശ്വസിച്ച്, ഇന്നും എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. എൻ്റെ വഴികൾ അടഞ്ഞു പോകില്ല. എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ പ്രയാസങ്ങൾ, വെല്ലുവിളികളുണ്ടെങ്കിലും അവിടെ ഞാൻ ഒരു അത്ഭുതത്തെ കാണും. ദൈവം ഒരു വാതിലും വഴിയും എനിക്കായി തുറക്കും. ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വഴി അടഞ്ഞുപോയ അനുഭവമായിരിക്കില്ല ഉണ്ടാവുക. വഴി തുറന്നു ദൈവം തരുന്ന അനുഭവം ഉണ്ടാകും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, ആപത്തനർത്ഥങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടങ്ങൾ, ചതി, വഞ്ചന, നിരാശ, ഇതിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നമ്മളിൽ ഉണ്ടാകട്ടെ. ഒരു പടി താഴേക്കെന്നല്ല, ഒരു പടി ഉയരാൻ ദൈവത്തിൻ്റെ കരം എന്നെ ചേർത്ത് പിടിക്കട്ടെ. നല്ല ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഈ വചനം കേൾക്കുന്നവരെയും ഇത് ഷെയർ ചെയ്തവരെയും ഇത് എഴുതി വച്ചവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനത്തിലൂടെ ഇവരെ തൊടണമേ. ഈ തലമുറകളെ തൊടണമേ. ഈ വീടിനെ അനുഗ്രഹിക്കണമേ. ഇവിടെ യാത്രകളെ, തീരുമാനങ്ങളെ, വിദ്യാഭ്യാസ എല്ലാം അനുഗ്രഹിക്കണമേ. നല്ല ഭവനങ്ങളെ ഒരുക്കണമേ. നല്ല സൗകര്യങ്ങൾ ക്രമീകരിച്ചു തരണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറാൻ ഇടയാകണമേ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സഹായം എന്ന് ലഭിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരികയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളിലൂടെ വചനം ഇന്ന് വരെ കേൾക്കാത്ത ഒരാളെങ്കിലും ഇന്ന് വചനം നിങ്ങളിലൂടെ കേൾക്കാൻ ഇടയാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണുക. 5:30 തന്നെ പറ്റുന്നിടത്തോളം, ഒക്കുന്നിടത്തോളം ആ സമയത്ത് തന്നെ കേൾക്കാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് കേൾക്കുക. ഒരനുഗ്രഹമായി തീരട്ടെ. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.